ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകരാറിന് ഒരു ഉദാഹരണം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ന്യൂസ് 18. ആലപ്പുഴയിൽ ഗർഭകാല രോഗനിർണയത്തിലെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച കുട്ടിയുടെ ചികിത്സയിൽ കുടുംബത്തെ കൈയൊഴിഞ്ഞ ആരോഗ്യവകുപ്പ്. സൗജന്യ ചികിത്സ ഉറപ്പ് പറയുമ്പോഴും ആഴ്ചകൾ തോറും ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഡ്രൈവിംഗ് തൊഴിലാളിയായ അനീഷിന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ആരോഗ്യമന്ത്രി കുട്ടിക്ക് സൗജന്യ ചികിത്സ നേരത്തെ വാക്കാൽ വാഗ്ദാനം ചെയ്തത് കൂടാതെ ജനുവരിയിൽ ജില്ലയിൽ നടന്ന അദാലത്തിൽ മന്ത്രി സജി ചെറിയാൻ രേഖാമൂലവും സൗജന്യ ചികിത്സയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 ഫോളോ അപ്പ്. നവംബർ 8 ആലപ്പുഴ സക്രിയ ബസാർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് അപൂർവ വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ചതിൽ അതേ മാസം 26 ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഗർഭകാല സ്കാനിംഗിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെ വനിതാ ശിശു ആശുപത്രിയിലെ ഗർഭകാല രോഗനിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വാക്കാലുള്ള പ്രഖ്യാപനത്തിനപ്പുറം രേഖാമൂലം കുടുംബത്തിന് യാതൊരു അറിയിപ്പും ലഭിച്ചില്ല. തുടർന്നുള്ള ചികിത്സക്കായി ഡ്രൈവിംഗ് തൊഴിലാളി കൂടിയായ അനീഷ് വഴിമുട്ടിയതോടെ വയ്യാത്ത കുഞ്ഞിനെയും എടുത്ത് അമ്മ സുറുമി കഴിഞ്ഞ ജനുവരി 4 സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിലെത്തി. ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതിന് വിരുദ്ധമായി മരുന്നുകൾ ലഭ്യമാകുന്നില്ലെന്ന് മനസ്സിലാക്കി സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ആലപ്പുഴ DMOയ്ക്ക് അദാലത്തിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. എന്നിട്ടും അനീഷിനും കുടുംബത്തിനും ആരോഗ്യവകുപ്പും സർക്കാരും താങ്ങായോ? അനീഷ് തന്നെ വ്യക്തമാക്കട്ടെ. സർക്കാർ സംവിധാനത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ കുഞ്ഞിന് നാളിതുവരെ കൊടുത്തത്? ഈ കുഞ്ഞിന്റെ ഇത്രയും പ്രശ്നമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? കുഞ്ഞിന് 8 മാസം കഴിഞ്ഞ് ഈ 8 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. ഈ കാണുന്നത് കുഞ്ഞിനായി അനീഷ് 3 ദിവസം കൂടുമ്പോൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്വന്തം പണം ചെലവാക്കി വാങ്ങുന്ന മരുന്നുകളുടെ ബില്ലുകളാണ്. മൂക്കിലൂടെയാണ് കുട്ടിക്കുള്ള ഭക്ഷണം നൽകുന്നത്. ഡെക്സോലാക്, നെസ്റ്റോറൈസ് പൗഡറുകൾക്ക് ഒറ്റത്തവണ വേണ്ടത് 720 രൂപ. പൗഡറുകൾ 3 ദിവസം മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഇതുകൂടാതെ ഒരു മാസത്തെ മരുന്നിന് 710 രൂപ വേറെ കണ്ടെത്തണം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മൂലം ജോലിക്ക് പോലും പോകാനാകാതെ ബുദ്ധിമുട്ടുന്ന അനീഷ് ആകെ തളർന്ന അവസ്ഥയിലാണ്. മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 24 അവേഴ്സിൽ 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഫീഡ് കൊടുക്കണം. 400 ഗ്രാം പൗഡറിന്റെ വില 500 രൂപയാണ്. സൂപ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ കാര്യം പറഞ്ഞു, സാറേ ഇന്ന കണക്ക് കുഞ്ഞിൻ്റെ മരുന്ന് പകുതിയോളം എനിക്ക് കിട്ടിയിട്ടില്ല. അത് സൂപ്രണ്ട് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല, കുഞ്ഞിന് മിൽമ പാല് മേടിച്ചു കൊടുക്കാനാണ് സൂപ്രണ്ട് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞത്. സുറുമിക്ക് ഗർഭകാല ചികിത്സ നൽകിയ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരായ പുഷ്പ, ഷേർലി എന്നിവർക്കും സ്വകാര്യ ലാബായ ശങ്കേഴ്സ്, മിഡാസ് എന്നിവിടങ്ങളിലെ റേഡിയോളജിസ്റ്റുകൾക്കും പിഴവ് സംഭവിച്ചതായി മാർച്ച് 25 അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി റീന ഷംസുദ്ദീൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് കുറ്റക്കാർക്കെതിരെ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇതും കുടുംബത്തെ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുകയാണ്. ആലപ്പുഴ DYSP മധു ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പോലീസും തുടർ നടപടികൾ സ്വീകരിക്കാതെ തങ്ങളെ കൈയൊഴിയുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഈ ചികിത്സാ പിഴവിന്റെ വാർത്തയും ആദ്യം ന്യൂസ് 18 തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷേ അതിന് പിന്നാലെ നടപടി എടുക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നെങ്കിൽ പോലും പക്ഷേ പിന്നീട് ആ നടപടി ഒന്നും ഉണ്ടായില്ല. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതും ആ കുടുംബത്തെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറം ഈ കുട്ടിക്ക് ചികിത്സ വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പോൾ അത് മറന്നുപോയ സർക്കാർ, അത് ആ നിർധനരായ കുടുംബം ഇനി ആ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത തീർത്തും ഗതികേടിലായ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ആയിരിക്കും ഇന്നത്തെ വാർത്താ ദിനം ന്യൂസ് 18 കേരളം ഉണ്ടാവുക. ആ കുടുംബത്തിന് നീതി ലഭ്യമാകും വരെ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകാൻ തന്നെയാണ് തീരുമാനം. വരും ബുള്ളറ്റിനുകളിലും നമുക്ക് വളരെ വിശദമായി ഈ വാർത്തയെടുക്കും, കൂടുതൽ ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇനി